ഇന്നും പതിവ് പോലെ തന്നെ കുഞ്ഞാറ്റ നേരത്തെ എണീച്ചിരിക്കുന്നു കേട്ടോ. നമ്മുടെ കൂടെ തന്നെ എണീച്ചു. ഇത് അമ്മമ്മയും കുട്ടിയും കൂടി പല്ല് തേക്കുക കേട്ടോ. ആദ്യം ബ്രഷും പേസ്റ്റും കൂടി കൊടുത്തു നോക്കി. അപ്പോൾ അമ്മമ്മ പൽപ്പൊടി ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുന്നതെന്ന് കണ്ടപ്പോൾ കുട്ടിക്കും വേണം പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് കുട്ടിയും തന്നെ കേട്ടോ പല്ല് തേക്കുകയാണേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസമായിട്ടോ ചായക്ക് കടി ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇന്നലെയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇന്നലെ വൈകിട്ടൊക്കെയാണ് കിട്ടി കേട്ടോ അരിയൊക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് വൈകുന്നേരം നമ്മൾ അരച്ചിട്ട് എന്തായാലും രാവിലേക്ക് ആവില്ലല്ലോ. അപ്പോൾ ഒരു പാക്കറ്റ് മാവും കൂടി കൊണ്ടുവരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ മാവ് എന്തായാലും ഇരിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ചപ്പോഴത്തന്നെ ആദ്യം 1-2 ട്രിപ്പൊക്കെ അതാ ഇഡ്ഡലി ചുട്ടെടുക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായിട്ടോ ചായക്ക് കടി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കൂട്ടുകാരെല്ലാവരും കാണാറുള്ളതല്ലേ. അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഉപ്പുമാവോ കാര്യങ്ങളോ അല്ലെങ്കിൽ രാവിലെ കഞ്ഞി എന്തെങ്കിലും വെക്കാറാട്ടോ. പിന്നെ അല്ലെങ്കിൽ വല്ല പഴം പുഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ ചായക്ക് കടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് കെങ്കേമായൊരു ദിവസം കേട്ടോ, ഒന്നും പറയണ്ട. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം വരെ നമുക്ക് ട്വിസ്റ്റാട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴിയെ പറയാട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇഡ്ഡലി ഞാൻ ഫസ്റ്റ് ട്രിപ്പൊക്കെ എന്തായാലും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2ാം ട്രിപ്പ് പറയുന്നത് എണ്ണ തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ തേച്ചു. പിന്നെ എന്താണെന്ന് അറിയാം, നമ്മൾ ഈ ഇഡ്ഡലിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ആവി ഇങ്ങനെ കയറില്ലേ, ആ ആവി കയറുന്ന സമയത്ത് നമ്മൾ എണ്ണ പുരട്ടിയിട്ട് പിന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇറക്കി വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടുന്ന എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പൊട്ടിയിട്ടും പൊടിയാതൊക്കെ ആയിട്ടുള്ള നമുക്ക് നല്ല എന്താ പറയുക കറക്റ്റായിട്ട് കേട്ടോ ഉള്ളൊരു നല്ല ചന്തത്തിൽ കിട്ടും കേട്ടോ ഇഡ്ഡലി. അപ്പോൾ അങ്ങനെയായിട്ടാണ് ഞാൻ ഇപ്പം ചെയ്യാറ്. ആദ്യം ഞാൻ ചിലപ്പോൾ എനിക്ക് ക്ഷമയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇഡ്ഡലിന്ന് ചൂടൊന്നും ആവിയൊന്നും പോവാതെ തന്നെ ഇഡ്ഡലിയുടെ തട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കലും അതിന് കുത്തി വരകാൻ തുടങ്ങും കേട്ടോ. തന്നെ ഒരു ചന്തം ഉണ്ടാവില്ല കേട്ടോ എടുക്കുമ്പോൾ. പിന്നെ നമ്മൾ വിചാരിക്കും തിന്നാ പോരെ, പിന്നെ എന്തിനാ കുറേ ചന്തം സൗന്ദര്യം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുത്തി ഇളക്കിയിട്ടൊക്കെ നോക്കുമ്പോൾ ഒക്കെ പൊട്ടിയിട്ടും പൊടിഞ്ഞിട്ടൊക്കെ കിട്ടാറ്. ഇപ്പം ഞാൻ എന്തായാലും ഈ ടൈപ്പിലാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ഒക്കെ കറക്റ്റായിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എന്തായാലും അതേപോലെയൊക്കെ തന്നെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി ചായക്ക് കടിയും എന്താ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ തക്കാളി കൊണ്ടിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ഉള്ളിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സവോള കൊണ്ടുവരാൻ പറയാൻ വേണ്ടി മറന്നു കേട്ടോ. രാവിലെ ഞാൻ ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് ഉണ്ടാക്കുക, തേങ്ങ ഇരിക്കണുണ്ട്. ഇപ്പോൾ തേങ്ങ പൊളിച്ചിട്ടൊക്കെ വേണ്ടേ, അപ്പോഴത്തേന് നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ടേ ഇനി കുട്ടിക്ക് 2 ദോശ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് എന്താ ഉണ്ടാക്കുകയെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, തക്കാളി ഇരിക്കുന്നുണ്ട്, ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് നന്നാക്കി അതൊക്കെ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുട്ടിക്ക് എന്തായാലും ഇഡ്ഡലി തട്ട് 2 പ്രാവശ്യം എന്തായാലും ഇഡ്ഡലി ചുട്ടെടുത്തു. അവൾ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞതാ വന്നിട്ട് ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കുട്ടി. അപ്പോൾ ഞാൻ ദോശയൊക്കെ അവൾക്ക് കുഞ്ഞു 2 ദോശ ആദ്യം ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ബാക്കിയുള്ള മാവും കൂടി, പിന്നെ ഞാൻ ഇഡ്ഡലി എന്തായാലും നമുക്ക് ചൂടുമ്പോൾ കുറച്ച് ടൈറ്റിൽ വേണമല്ലോ മാവ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ലവണ്ണം കേട്ടോ. പിന്നെ ദോശ ചൂടണ്ടേന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കുക ചെയ്തിട്ടോ മാവ്. അപ്പോൾ അവൾക്ക് ദോശ ചൂടണ്ടേന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ദോശയൊക്കെ 2-3 ചുട്ടെടുത്തു കേട്ടോ. അവൾക്കുള്ളത് 2 ആക്കിയിട്ട് ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ 1 കൊടുത്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞു ദോശകളാട്ടോ ചുട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്തു എന്നറിയാം, അത് എടുത്ത് കഴിച്ചപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു, കുഞ്ഞ ദോശയല്ലേ. അപ്പോൾ ഇളം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവൾ ചട്ടണിയൊന്നും കൂട്ടിയിട്ട് കഴിക്കില്ല കേട്ടോ. എന്നാലും ഞാൻ ചിലപ്പോൾ ചതിയിലൊക്കെ അങ്ങനെ ജസ്റ്റ് ആദ്യം ഇങ്ങനെ കുറച്ച് തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ദോശയും വെച്ച് കൊടുക്കാറാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ അറിയാത്ത രീതിയിലൊക്കെ അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ അവൾ അങ്ങനെ കഴിച്ചോളും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇന്ന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം എന്നാണല്ലോ പ്ലാൻ. അപ്പോൾ എന്തായാലും ഇപ്പം അത് ഉണ്ടാക്കുമ്പോൾ അവൾക്ക് കളറും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അവൾക്ക് അത് എരിവുള്ള സാധനമാണെന്ന് കണ്ടിട്ട് അവൾ ചിലപ്പോൾ അത് കൂട്ടില്ല കേട്ടോ. ചുമന്ന മുളകൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ അധികം നമ്മൾ പച്ചമുളകാട്ടോ ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾക്ക് ഇനിയിപ്പോൾ ചുമന്ന മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കൂട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും അവൾക്ക് കുഞ്ഞു 2 ദോശയൊക്കെ ചുട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാനൊരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അമ്മ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേട്ടോ ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ ഇഡ്ഡലി പാത്രം കഴുകലും അതിലേക്ക് മാവാക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ തിരക്കായിരുന്നു. പിന്നെ അമ്മ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അമ്മ ചായ വെക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ടേ അമ്മ ചായ വെക്കുകയാണ് കേട്ടോ.
ഈ ചായ വെച്ചിട്ട് അപ്പോഴത്തേനും കുട്ടി ചായ ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ രാവിലെ അധികം നമ്മളെ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളമാണ് കേട്ടോ കൊടുക്കാറ്. അതാ പെട്ടെന്ന് നമ്മൾ രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് വരുമ്പോൾ നമുക്ക് കുടിക്കാനേ ഒക്കെ ഞാൻ തണുത്ത വെള്ളം അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ തലേദിവസമൊക്കെ തിളപ്പിച്ച് ആറി വെച്ചിട്ടുണ്ടാവില്ലേ, ആ വെള്ളം കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഇനി അത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ കൊടുത്തിട്ടുണ്ട്, അത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ചായ വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദോശ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശ കഴിക്കണതിൻ്റെ ഇടയ്ക്കിടെ എന്തായാലും ചായ ചോദിക്കും അവള്. അപ്പം അമ്മ ഞാൻ ചായ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ അമ്മ വന്നിട്ട് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടി. ഇനിയിപ്പോൾ അപ്പോൾ ദോശയും ഇഡ്ഡലിയൊക്കെ ചുടൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ചട്ടണിക്കുള്ള ഉള്ളിയൊക്കെ വാട്ടണം കേട്ടോ. ഉള്ളി വാട്ടാൻ ഇതാ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇനി ഉള്ളിയും കൂടി ഇടണം കേട്ടോ. ഞാൻ തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഉള്ളി ഞാൻ ആദ്യം എന്തായാലും നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും ഉള്ളി മൂത്ത് വരുമ്പോഴത്തേനും മതിയല്ലോ. അപ്പോൾ ഈ സവോള വാട്ടും പോലെ തന്നെ 2-3 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ ചെറിയുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് വാടി വരണം. വാടി വന്നിട്ടുള്ള ഈ തക്കാളിയും കൂടി മൂത്ത് വന്നാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു തുള്ളി അതേപോലെ എരിവ് അധികം പാടില്ലല്ലോ. അപ്പോൾ എരിവും ശകലം ഇട്ടിട്ട് ഒത്തിരി ഉപ്പ് ഇട്ടിട്ടേ ഒന്ന് വാട്ടിയെടുക്കട്ടെ. എന്നിട്ട് ഒന്ന് ചമ്മന്തി അരയ്ക്കണം. എന്നിട്ടൊക്കെ വേണം ഇനിയിപ്പോൾ ചായ കുടിക്കാൻ. പിന്നെ ഞാൻ പല്ല് തേച്ചിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ പല്ല് തേക്കാനൊന്നും സമയം കിട്ടിയില്ല. കുറച്ച് വൈകിട്ടാത്ത എണീച്ച്. അമ്മയ്ക്ക് പിന്നെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വൈകിട്ടാട്ടോ ഒന്ന് എണീറ്റ്. പിന്നെ ഇങ്ങോട്ട് പോകാനൊന്നുമില്ല. എന്നാലും രാവിലെ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കേണ്ട കാരണം എനിക്ക് ടെൻഷനാണ് കേട്ടോ, നേരം വഴിയൊക്കെ എണീക്കുമ്പോഴേ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി പല്ല് തേക്കാനൊക്കെ പോക്ക്. അപ്പോൾ രാവിലെ മുഖം കഴുകലും വായ കഴുകിയിട്ടൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കുട്ടിക്ക് വെള്ളം കൊടുത്ത സമയത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും തക്കാളിയൊക്കെ നുറുക്കി എന്തായാലും ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട്. ഉള്ളിയൊക്കെ വാടി വരുമ്പോൾ ഈ തക്കാളിയും കൂടി ഒന്ന് ആഡ് ചെയ്യട്ടെ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? ഇപ്പോൾ പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നല്ല മഞ്ഞാലേ, നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ. ഒരു രക്ഷയില്ല. രാത്രി ഞാൻ ചെറിയ സ്പീഡിൽ ഫാൻ ഇടും. അതുകൊണ്ട് വലിയ മഞ്ഞിൻ്റെ ശല്യം ഇല്ല കേട്ടോ. പക്ഷെ നല്ല മഞ്ഞ്, പുറത്ത് നല്ല മഞ്ഞാട്ടോ. അങ്ങനെ എന്തായാലും അവൾക്കൊരു കാടമുട്ടയും പുഴുങ്ങിക്കൊടുത്ത് ഞാനും പല്ല് തേക്കലൊക്കെ കഴിഞ്ഞ് വന്നു. ചട്നിയൊക്കെ ആയി. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ അവളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവള് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മലത്തിട്ട് നിങ്ങളെന്താണ് ഇത്? ഞാനും വിചാരിച്ചു എന്താ ഈശ്വര ഈ പാമ്പിനെയാണല്ലോ ഈ അമ്മ തോണ്ടുന്നു കയറാ പറഞ്ഞിട്ട്. അമ്മ കയറാ വിചാരിച്ചിട്ട് അമ്മയ്ക്ക് കണ്ണ് കാണില്ല കേട്ടോ ശരിക്ക്. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോ അമ്മ ഇത് തോണ്ടുന്നു. നോക്കുമ്പോ പാമ്പാണേ. പക്ഷെ എന്താ ചെയ്യാ, അതിനെ കാണാനും കൂടി പറ്റുന്നില്ല. പേടിയാവും അങ്ങോട്ട് പോവാന്. മാക്സി തൂക്കിയതിന്റെ താഴെ ഞാന് അവിടെ പോയി നിന്നിട്ട് തുണി തോരയിടുക. എന്തൊക്കെ തടയും പോലെക്ക് തോന്നിട്ടോ. തടയും പോലെ തോന്നിയിട്ട് വെറുതെ ഞാൻ കാലെടുത്ത് വെറുതെ ഒരു കോല് കൊണ്ട് നോക്കുമ്പോണ്ട് വട്ടത്ത് കിടക്കണു ഒരു പാമ്പ്. ഇതവിടെ, അത് കുറച്ച് മുന്നേ ഒരു പാമ്പിന്റെ കുട്ടിയായിരുന്നു. അപ്പൊ നിങ്ങളെന്താണ് അത് അറിയാണ്ട് പോയി തോണ്ടിയത് എന്തിനാ? എന്തോ ഭാഗ്യം അത് ഇങ്ങോട്ട് ചീറ്റി എടുക്കാഞ്ഞ്. തോണ്ടിയത് എന്തിനാ പറഞ്ഞത്? നോക്കട്ടെ പറഞ്ഞിട്ടേ ഞാൻ കയറായിരിക്കും വിചാരിച്ചു. എനിക്ക് തോന്നി നിങ്ങൾ തോന്നപ്പോ ഈ ടയറിന്റെ നീട്ടി തോണ്ടുവെന്ന് വിചാരിച്ചു ഞാന്. നോക്കുമ്പോ അത് പിന്നെ ഇങ്ങനെ മലന്നപ്പോഴല്ലേ പാമ്പ് മലന്നിട്ട് തലപ്പന്നിട്ട് നോക്കുമ്പോ എന്താ ആരാണ് നോക്കിട്ട് അത് ആ പുല്ലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക. ഇല്ലേ അമ്മ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പം ഇങ്ങോട്ട് വെയിലുദിച്ച് വരുന്നേ ഉള്ളൂ. വെയിലുദിച്ച് വന്നിരിക്കണം കേട്ടോ. 8:30 8:45 ആയിരിക്കണം കേട്ടോ. അപ്പോഴേക്കുണ്ട് വഴിയിൽ പാമ്പ് കിടക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മ പാവം ചായയുടെയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ചിട്ടാട്ടോ പോയത്. പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ ആ പാമ്പിന്റെ ബഹളമൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് അറിയാണ്ട് പാവം സംഭവിച്ചതാട്ടോ. നമ്മുടെ വിചാരം വല്ല ടയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടി വീണത് കിടക്കുകയെന്നാണ് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കരിമൂർക്കനായിരുന്നു, മൂർക്കൻ്റെ കുട്ടി. എന്നാലും അത്യാവശ്യമൊക്കെ നീളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അത് തോണ്ടിയിട്ടതും തിരിഞ്ഞിങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നാവാട്ടിട്ട് നാവ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ കിടക്കണം കേട്ടോ. ഞാൻ പോയി നോക്കുമ്പോൾ എന്തോ ഭാഗ്യം കേട്ടോ, ഇത് കൈകൊണ്ട് പോയി പിടിച്ച് അങ്ങോട്ട് എടുത്തിടാന്ന് വിചാരിച്ച് വഴി കിടക്കുകയല്ലേ. അപ്പം ഇനി കുട്ടിയൊക്കെ അതിനെ കളിക്കാൻ വേണ്ടിയിട്ട് കയറുന്നതാണ്. അപ്പം അമ്മ അത് കൈകൊണ്ട് എടുത്തിടാന്ന് വിചാരിച്ചിട്ട് അമ്മ നിൽക്കുകയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് തോന്നി ഒരു കോലെടുത്ത് തോണ്ടിയിടാലോ എന്ന് വിചാരിച്ച് തോണ്ടുക അത്രേ. വാൽഭാഗം മാത്രം പകുതി കാണുന്നുണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പം അതിങ്ങനെ തോണ്ടി ഇത് എന്താ നോക്കാം. പിന്നെ അമ്മയ്ക്ക് കണ്ണിന് അത്ര എന്താ പറയുക ഇതുമില്ല. ഇപ്പം അമ്മയ്ക്ക് കണ്ണൊക്കെ പകുതിയെ കാണുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ട് അറിയാതെ അമ്മ പോയിട്ട് എന്തോ കൈകൊണ്ട് പോയി പിടിക്കാഞ്ഞ് ഭാഗ്യം എന്ന് പറയുക.
അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒരു കൂട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് മേമയും വന്നായിരുന്നു കേട്ടോ, ചെറിയ മേമയൊക്കെ. അങ്ങനെ ഞങ്ങൾ അത് ആ ചർച്ചയും കഴിഞ്ഞ് വന്ന് പിന്നെ അമ്മ പിന്നെ വിറകൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട്, വിറക് നമ്മുടെ സാധാ വിറകൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അതായത് വണ്ണം കുറവുള്ള വിറകുകളൊക്കെ, തീ പിടിപ്പിക്കാനൊക്കെ ഉള്ള വിറകുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ കൊത്തിയിട്ട് വേണം. അപ്പം അങ്ങനെ ആദ്യം അമ്മ തീ പിടിപ്പിക്കാൻ കുറച്ച് കൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിറക് കുറേശ്ശെ കൊണ്ടുവന്നിടുകയാണ്. അപ്പോഴത്തേനും പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ചായയും കടി ഉണ്ടാക്കിയതും ചായ കുടിച്ചതും അങ്ങനെ എല്ലാതും ഒരു തല തൊട്ട് ഒരു തല വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കറി വെച്ചതിൻ്റെയൊക്കെ പാത്രങ്ങളും അതൊക്കെ പിന്നെ കറി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് അതൊക്കെ കഴുകി അങ്ങനെ തീയൊക്കെ എന്തായാലും അടുപ്പത്ത് അടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അതാ ഇനി വലിയൊരു കൊള്ളിയും കൂടി കൊത്തിപ്പൊളിക്കട്ടെ. ഇനിയിപ്പോൾ വൈകുന്നേരത്തിനും അതേപോലെ നാളേക്കൊക്കെ വിറക് വേണ്ടിയെന്നും പറഞ്ഞുകൊണ്ടേ അമ്മ അവിടെ വിറക് കൊത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിതാ കുട്ടിക്ക് വെള്ളം എന്തായാലും അടുപ്പത്തേക്കിട്ടെ എന്ന് വിചാരിച്ചിട്ടേ കുട്ടീനെ കുളിപ്പിക്കണം. അവൾക്ക് ഇനിയിപ്പോൾ എന്തായാലും കഴിക്കാൻ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ രാവിലത്തെ കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ ആ ചായ കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ശകലം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി അവൾ കാണാതെ വേണം കുടിക്കാൻ. അപ്പം ഞാൻ അതിലൊരു അര ഗ്ലാസ് അമ്മയ്ക്കും കൊടുത്തു, ബാക്കി ഞാനും കൂടി കുടിച്ചു കേട്ടോ. അപ്പം ഇനി എന്തായാലും അതൊന്ന് കുടിച്ചിട്ട് വേണം കുട്ടിക്ക് എണ്ണ തേപ്പിച്ചു കൊടുക്കണം. സോറി, ഇന്ന് എണ്ണ തേപ്പിക്കുന്നില്ല കേട്ടോ, ഇന്ന് തല നനയ്ക്കുന്നില്ല. ഇന്നലെ താളിയൊക്കെ തേച്ച് കുളിപ്പിച്ചതാട്ടോ. ഒന്നരാടം ദിവസമൊക്കെ ഞാൻ അധികം തല നനയ്ക്കാറ് കേട്ടോ. ഈ മഞ്ഞ് കാരണമൊക്കെ അവള് തല നേരെ തോർത്താനും അയക്കില്ല, വെയിലും കുറവല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മങ്ങല്, രാവിലെയൊക്കെ ചിലപ്പോൾ നല്ല വെയിലുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് മങ്ങലായിരിക്കും. അങ്ങനെ അവളെയൊക്കെ കുളിപ്പിച്ചു. ഇതാ അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് പൊട്ടൊക്കെ തൊടിയിച്ച് അപ്പോഴത്തേന് ഇതാ കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അമ്മ കൂട്ടാൻ അടുപ്പത്തേക്കിലും കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ അമ്മ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ അതാ തിരുമ്പാൻ പോയി. കുട്ടിയുടെ തുണികളും അമ്മയുടെയൊക്കെ തുണികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കറി വെക്കണം. കറി എന്തായാലും അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. ഒന്ന് വെള്ളപ്പയറാട്ട കറി. ഇന്നലെ വെള്ളപ്പയർ ഞാൻ കറി വെക്കണം പറഞ്ഞിട്ട് അമ്മേനോട് പറഞ്ഞു വെള്ളപ്പയർ എന്തായാലും അടുപ്പത്ത് ഇടിട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞതാട്ടോ. പിന്നെ വൈകുന്നേരത്തിന് നോക്കുമ്പോൾ ഒരു ശകലം വയ്യ കേട്ടോ. പിന്നെ മിഞ്ഞാന്ന് വെച്ചാൽ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശകലം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് അതൊക്കെ തൊട്ടുകൂട്ടി കഴിക്കാമല്ലോ. പിന്നെ അച്ചാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മടിയായി കേട്ടോ വൈകുന്നേരം. എന്താണെന്ന് അറിയില്ല, ഇന്നലെ കുറച്ച് മടിച്ചായി പോയിട്ടോ. അപ്പോൾ ഞാൻ കറി വെച്ചില്ല. അതെന്തായാലും വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം, പുതിയ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു കേട്ടോ പയറിൽ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾ ചോദിക്കും ചെയ്തു അമ്മയോട്, ഇനിയിപ്പോൾ എന്തായാലും അമ്മ അത് മുളയ്ക്കുകയോ ചോദിച്ചു കേട്ടോ. ആ മുളച്ചാലും കുഴപ്പമൊന്നുമില്ല, മുളച്ചതാണെങ്കിലും കറി വെച്ചാൽ നല്ലതാണ് പറഞ്ഞു. എന്നാൽ ശരി അവിടെ കിടക്കട്ടെ, രാവിലെ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കറി വെള്ളപ്പയറാട്ടോ. വെള്ളപ്പയറും സവോള ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊച്ചുള്ളി കേട്ടോ അരിഞ്ഞ് തള്ളുന്നത്. അതേപോലെ തക്കാളി കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട മഞ്ഞപ്പൊടി മുളക് പൊടി ഇടണം കേട്ടോ. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി അതൊക്കെ താളിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇതിലേക്കൊരു തേങ്ങ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അരയ്ക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം തേങ്ങ പൊളിക്കാൻ. ഇനിയിപ്പോൾ ആദ്യം തേങ്ങ തപ്പിത്തെറിഞ്ഞുകൊണ്ട് നടക്കണം കേട്ടോ. ആ ഒരു 5-8 തേങ്ങ ഉണ്ട്. അതിലിനി കൊട്ടത്തേങ്ങ അല്ലാത്ത വല്ല തേങ്ങ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 മാറ്റി വെച്ചതാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ നിങ്ങളൊക്കെ, നമ്മുടെ വീഡിയോ കണ്ടവരൊക്കെ. അപ്പോൾ എണ്ണ ആട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 5-8 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ നോക്കുമ്പോൾ എല്ലാം കൊട്ട കേട്ടോ. അതിലൊരു തേങ്ങയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒന്ന് ശകലം കുലുങ്ങുന്നതുണ്ട്. അങ്ങനെ അതൊക്കെ അത് പൊളിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്കുണ്ട് ഒരു അരണക്കുട്ടി ഓടി പാഞ്ഞ് കയറി വരുന്നു കേട്ടോ. അതവിടെ ചെറിയൊരു കുഞ്ഞിപ്പൂത്തുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ റൂം ഒന്നും തേക്കാത്തതുകൊണ്ടേ അതിൻ്റെ ഉള്ളിലേക്കാണ്ട് മുളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ ഇനിയിപ്പോൾ പുറത്തേക്ക് വരുമോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പാമ്പായിരിക്കുന്നു കേട്ടോ. ഈ വെയിലിങ്ങനെ ചൂട് കൂടുമ്പോഴേ, ആവി ഇങ്ങനെ കൂടുമ്പോൾ ഈ നമ്മുടെ വീട് പറഞ്ഞ തോടിൻ്റെ സൈഡായതുകൊണ്ട് നിറച്ച് നമുക്ക് ഇങ്ങനെ കൽപ്പടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അരണ, ഊന്ത്, പാമ്പ് അങ്ങനെയൊക്കെ ഭയങ്കര ശല്യം തന്നെ കേട്ടോ. അപ്പോൾ ഇവറ്റങ്ങൾ ഇങ്ങനെ വെയിൽ ചൂടാവുമ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല പേടി തന്നെ കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് കയറി വരും. അരണയാണെങ്കിലും ശരി, നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ശരി, അവരൊരു സൈഡ് കൂടെ അകത്തേക്ക് കയറി വരുന്നുണ്ടാവും വെയിൽ നല്ല ചൂടാവുമ്പോഴേ. അങ്ങനെ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച്, തേങ്ങ പൊട്ടിക്കലും കഴിഞ്ഞ് അതൊക്കെ ചിരവിയിട്ട് അതൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തിളച്ച് വന്നിട്ട് വേണം ഉള്ളി തൂമിക്കാൻ. അങ്ങനെ ഉള്ളി അരിയണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉള്ളി. അപ്പം എന്തായാലും ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. ഒരു കറിവേപ്പില പൊട്ടിച്ചിട്ട് വന്നു. ഇതിൻ്റെ ഇടയിൽ എന്തെല്ലാം പണി നടക്കുന്നുണ്ടെന്ന് അറിയാം. അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റയ്ക്ക് കഞ്ഞി കൊടുത്തു. അവളതാ പിന്നെ പറഞ്ഞു എന്താ
താഴത്തെ വീട്ടിലേക്ക് പോകണം, അമ്മമ്മയുടെ അടുത്തേക്ക് പോകണം, ചെറിയ മേമയുടെ അടുത്തേക്ക്. അങ്ങനെ അങ്ങോട്ട് പോകണം പറഞ്ഞിട്ട് അമ്മ അവളെയും കൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോൾ വരുമോ എന്തോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കുട്ടിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന കേട്ടോ ഒരു ചെറിയ ബെന്ന്, ഒരു ക്രീം ബെന്നാണ് കേട്ടോ. അതവിടെ വെച്ചതാട്ടോ. അതിൽ നിറച്ച് ഉറുമ്പ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിനി എന്തായാലും അത് പട്ടിക്കുട്ടികളുണ്ടല്ലോ അവർക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നല്ല ഉറുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉറുമ്പൊക്കെ ഒന്ന് തട്ടിക്കളയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അടുപ്പിൻ്റെ സൈഡിൽ വെച്ചതാട്ടോ. അപ്പോൾ എന്തായാലും ഉറുമ്പ് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഫ്രീ ആകുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഞാൻ ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. 2-3 എണ്ണം അത് ഇങ്ങോട്ട് തൂമിച്ചാൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലാട്ടോ. അതുപോലെ നമുക്ക് അത് ചെറിയുള്ളി തൂമിച്ചാലേ നമുക്ക് കറികളൊക്കെ ഒരു നല്ല സ്മെല്ലും അതുപോലെ നല്ലൊരു രുചിയാണ് കേട്ടോ കഴിക്കാൻ. കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയും താളിച്ചാൽ നമ്മൾ കടുകും കറിവേപ്പിലയും നമ്മൾ പൊട്ടിക്കും. അതേപോലെ വറ്റൽമുളക് പൊട്ടിക്കും. ഇപ്പോൾ ചിലവർക്കറിയാം വറ്റൽമുളക് പൊട്ടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ കൊച്ചുള്ളി അതേപോലെ കറിവേപ്പിലയും കടുകും കൂടിയും തൂമിച്ചാൽ നല്ല മണവും നല്ല രുചിയാണ് കേട്ടോ കറികൾക്കൊക്കെ. ഞങ്ങളൊക്കെ അങ്ങനെ ആദ്യം ചെയ്യാറുണ്ട് കേട്ടോ. എന്തുണ്ടെങ്കിലും ഒരു ചെറിയുള്ളി തൂമിച്ചാൽ അതൊരു സ്മെല്ലാട്ടോ. കഴിക്കാനും രുചിയാണ്. അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കിട്ടോ. വെക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കറി അങ്ങനെയൊക്കെ ഒന്ന് തൂമിച്ച് നോക്കി നോക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് വന്നു. ഇനി ആവശ്യത്തിന് എന്തായാലും കറിവേപ്പില ഇട്ട് കടുകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അതൊന്ന് തൂമിച്ചിട്ട് വരണം കേട്ടോ. എന്നിട്ട് വേണം ഇനി ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഞാനിങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ആയിട്ട് കഴിക്കണോ അതോ ആവാതെ കഴിക്കണോ, കാരണം രാവിലത്തെ ഇഡ്ഡലി ഇരിക്കുന്നുണ്ടേ. അപ്പോൾ എന്തായാലും അതിന് 2 എടുത്ത് കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പറ്റുമോയെന്ന് അറിയില്ല. പിന്നെ 2 ദിവസം മുന്നേ കൊണ്ടുവന്ന ഉണക്കൽ മീനുണ്ടായിരുന്നു, മാന്തള മീൻ. ഞങ്ങൾ 2 പേരല്ലേ പറഞ്ഞിട്ട് ഒരു 2 എടുത്ത് വറുത്തിട്ട് ഇനിയിപ്പോൾ അതിൽ 2-3 ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെന്തായാലും ഒന്ന് കഴുകിയെടുത്തിട്ട് മഞ്ഞളും മുളകൊക്കെ ഒന്ന് പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി പുരട്ടിയിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ടൊക്കെ വേണം ചോറുണ്ണാൻ കേട്ടോ. പിന്നെ അമ്മ തുണികളൊക്കെ അലക്കിയിട്ടു. അതേപോലെ കുളിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേന് തന്നെ കുറച്ച് സമയമായിട്ടോ. പിന്നെ അതിനിടയിൽ കുഞ്ഞാറ്റ ഉറക്കം വന്നിട്ട് താഴത്തെ വീട്ടിൽ പോയി വന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഉറങ്ങണം പറഞ്ഞിട്ട് നല്ല ഉറക്കക്ഷീണം വന്നപ്പോൾ ആൾ പിന്നെ ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അവളെ കിടത്തി ഉറക്കിയിട്ടൊക്കെയാണ് കേട്ടോ കറി തൂമിക്കാനൊക്കെ വന്നത്. ആദ്യം കറിയൊക്കെ ഞാൻ ഒരു ഭാഗത്ത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കറി തൂമിക്കാൻ വന്നത്. അപ്പോൾ അമ്മ താഴത്ത് തുണികളൊക്കെ തോരയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മങ്ങലുണ്ട്, വെയിൽ കുറവായതുകൊണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. പിന്നെ രാവിലെ കൊത്തിയ വിറകുകളൊക്കെ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ മഴയൊക്കെ ആ വിറക് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൊത്തിപ്പൊളിച്ചത് വെയിലെത്തിക്കൊന്ന് ചൂട് കൊള്ളണടത്തേക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാനൊക്കെ ആയിട്ട് അമ്മ പുറത്ത് തന്നെയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അമ്മ തൂമിക്കും കേട്ടോ, കറിയൊക്കെ തൂമിക്കും. ഞാനെന്തായാലും ഉള്ളിയൊക്കെ നുറുക്കി വെച്ചായിരുന്നതല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയട്ടോ. പാവ അമ്മ ഇന്ന് എന്തായാലും അറിയാതെ പോയി പാമ്പിനൊക്കെ പൊഴിച്ച് തോളത്തിടേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യം, ദൈവം കാത്തിരിക്കുകയാണ് കേട്ടോ. അതിന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കണ്ണ് കാണില്ല, ദൂരേക്ക് ആയാലും ശരി അടുത്തേക്കാണെങ്കിൽ അമ്മയ്ക്ക് കണ്ണ് അത്ര പിടുത്തല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മളൊരു കണ്ണ് ഡോക്ടറെയൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസമായി പറയണ കണ്ണിന് കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ടോന്ന് പോകണം എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും കറിയൊക്കെ തൂമിച്ചു കേട്ടോ. ഇനി എന്തായാലും മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കുഞ്ഞാറ്റ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും അമ്മയും കൂടി ഉള്ളൂ കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. പിന്നെ പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സഹായിക്കാൻ മറക്കരുതേ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ആയി, കറിയൊക്കെ ആയി, മീൻ പൊരിച്ചതായി. അങ്ങനെ ഞാനും അമ്മയതാ പുറത്ത് വന്നിട്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കണത്. അപ്പം അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് വന്നിരുന്നപ്പോഴത്തേന് ഇതാ കാക്കച്ചിയും കൂടെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് സ്ഥിരം നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മളെ അവിടെ വന്നിങ്ങനെ ബഹളം വെച്ചോണ്ടേയിരിക്കും കേട്ടോ ഈ കാക്കച്ചി പെണ്ണ്. അപ്പം അതിന് എന്തെങ്കിലും ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് വന്നിട്ട് ഇപ്പോൾ അതാ ഇരുന്നാരെ വിളിക്കുക എന്താണെന്നറിയില്ല. നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തു, എന്നിട്ടും ഇരുന്ന് ഇങ്ങനെ വിളിയോട് വിളിയാട്ടോ. അപ്പം ഇനി ആരൊക്കെ വരുന്നു എന്തൊക്കെ വരുന്നു ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോ